ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ചില മേഖലകൾ കൂടി ഇന്നിപ്പോൾ തിളങ്ങുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഇന്നലത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും 20% അപ്പർ സർക്യൂട്ടിലേക്ക് എത്താനായിട്ട് GRSയുടെ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. GRS മാത്രമല്ല, ഈ ഒരു മേഖലയിലുള്ള പല കമ്പനികളുടെ ഓഹരികളിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് മൊമെന്റമാണ് കാണുന്നത്. ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു ഇന്നലത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല, എന്നിരുന്നാൽ പോലും യൂറോപ്പിൽ യൂറോപ്പ് എന്നൊരു പ്രൊജക്റ്റുമായിട്ട് ഇപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ എത്തിയിരിക്കുകയാണ്. അതായത് കൂടുതലായിട്ട് യൂറോപ്യൻ നേഷൻസിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക. കാരണം ഇത്തരത്തിൽ ഈ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു യുദ്ധഭീതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ എന്ന് ജർമ്മനി വീണ്ടും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിന്, അതായത് ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്ലേ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് അവർ ഡിമാൻഡ് ചെയ്ത തരത്തിലുള്ള പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അല്പം കുറവ് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് മാറാനായിട്ട് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. സർ, ഡിഫൻസ് ഓഹരികൾ ഒരു പക്ഷേ ഒരു പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഏറ്റവും അധികം നിക്ഷേപകരുടെ ഒരു ക്രൗഡ് ഫേവറേറ്റ് സ്റ്റോക്കായിരുന്നു ഡിഫൻസ് ഓഹരികൾ എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വാല്യൂഷനിൽ ഒരു കറക്ഷനൊക്കെ നേരിട്ട് എങ്കിൽ പോലും ഇപ്പോഴും ഒരു മൾട്ടി ബാഗർ പിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഈ ഡിഫൻസ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അനില, ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു 2 ആഴ്ച മുമ്പേ വരെ ഒരു പോസിറ്റീവ് ന്യൂസിനും ഇന്ത്യൻ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എല്ലാ പോസിറ്റീവ് ന്യൂസിനെയും മറികടന്ന് മാർക്കറ്റ് താഴേക്ക് പൊയ്ക്കൊണ്ടാണ് ഇരുന്നത്. അപ്പം നമ്മൾ പറയുകയും ചെയ്തിരുന്നു, അതായത് മാർക്കറ്റ് ഈസ് നോട്ട് ഡിസ്കൗണ്ടിങ് പോസിറ്റീവ് ന്യൂസ്, എന്നാൽ നെഗറ്റീവ് ന്യൂസിന് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. എത്ര പെട്ടെന്നാണ് ആ സെന്റിമെന്റ് മാറിയെന്ന് നോക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എവിടെയോ ജർമ്മനിയിൽ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് അവരുടെ സ്പെൻഡിങ് കൂടിയത് കാരണം ഇന്നലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫൻസ് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് കയറി. എനിക്ക് തോന്നുന്നു ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഏതാണ്ട് 20% അപ്പർ സർക്യൂട്ട് എന്നാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ജർമ്മനി അതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട് ഇന്ത്യക്ക് വലിയ ഗുണമുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് പോലുമാണ് നമ്മൾ റഫാൽ ജെറ്റ്സ് മേടിക്കുന്നത്. നമ്മൾ എന്ത് ടെക്നോളജിയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ആ കാര്യത്തിൽ മേ ബി ഒരു ഫോർജറി കമ്പനിക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഉണ്ടാക്കുന്ന ചെറിയ കമ്പനിക്ക് ചെറിയ രീതിയിൽ ഒരു ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടിയേക്കാം. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പേരും പറഞ്ഞ് നമുക്ക് ഇവിടെ കയറി എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് മാർക്കറ്റിനകത്ത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനോട് എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു വളരെ മെച്യൂറായിട്ടും കോമൺ സെൻസിക്കൽ അപ്രോച്ചും വേണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കാൻ. ഇത് നടന്നു, നമ്മൾ വലിയ ബയേഴ്സ് വന്നു, അതിൽ 20% സർക്യൂട്ടായി. ഇനി ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുകൂടി ഞാൻ ഒരു സെക്കൻഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറയാം. ട്രംപ് വന്നതിന് ശേഷം ലോകത്തുള്ള യുദ്ധങ്ങൾ കുറയ്ക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം ഓൾമോസ്റ്റ് തീർക്കാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സീസ് ഫയറിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത് ഗാസയിലുള്ള ആ ഇസ്രായേലിന്റെ അറ്റാക്ക്, എസ്പെഷ്യലി പാലസ്റ്റീൻ വേഴ്സസ് ഇസ്രായേലിനും അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഒരു സീസ് ഫയറിലേക്കോ അല്ലെങ്കിൽ ഒരു അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്കോ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു, ട്രംപ് ഒരു സൈഡിൽ. 2, ചൈന നമ്മളോട് പറയുന്നു, നമ്മൾ ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് പോലുള്ള ചെറിയ നിസാര കാര്യങ്ങൾക്ക് വഴക്ക് കൂടി നിൽക്കാതെ ഈ അമേരിക്കയുടെ ട്രംപിന്റെ ടാരിഫിനെ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അതിനുവേണ്ടി എങ്ങനെ നമുക്ക് ട്രേഡ് ഡീൽസ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് ലോകമെമ്പാടും വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനിയിലെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മിലിറ്ററിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ സ്റ്റോക്ക് കയറുന്നതിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമൊന്നും തന്ന ഒരു കാര്യമല്ല അനില. കാര്യം എന്ന് വെച്ചാൽ മേ ബി അതായിക്കോട്ടെ, അതിൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡൻ റീച്ചോ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡോ അല്ലെങ്കിൽ മെസഗൺ ഡോക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന് ചിലപ്പോൾ നമ്മളോട് താല്പര്യം വന്നില്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും എൻ്റെ ഒരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ട്രോളോ എന്ത് നെഗറ്റീവ് കമൻറ്റോ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ നമ്മുടെ അനുഭവം വെച്ച് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക, അതിൽ എന്തോരം ഓപ്പർച്യൂണിറ്റി കിട്ടുക. ജർമ്മനിയിലുള്ള ഇപ്പം നമുക്കൊരു നേരിട്ട് ഒരു കമ്പനിക്ക് ഒരു
ഓർഡർ കിട്ടി എന്ന് പറയും പോലെ അല്ലല്ലോ ജർമ്മനിയിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നുണ്ട്. അതിന്റെ ഇമോഷനിൽ മാത്രം ഇവിടെ സ്റ്റോക്ക് കയറാൻ മാത്രം മാർക്കറ്റിൽ അത്രയ്ക്ക് വലിയ പ്രത്യേകതയൊന്നും ഞാൻ കണ്ടിരുന്നില്ല. നല്ല കാര്യം, നല്ല സ്റ്റോക്കുകളാണിത്, നല്ല ബിസിനസ്സുകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും ഗാർഡൻ റീച്ചും ഒക്കെ. ബട്ട് ഈവൻ ദെൻ ഇന്ത്യയിലെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറിനെ ബേസ് ചെയ്തായിരിക്കും ഈ കമ്പനിയുടെ ഗ്രോത്ത് ഒക്കെ. തീർച്ചയായിട്ടും ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ എക്കണോമിയിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട്. കാര്യം എന്നറിയോ, നമുക്ക് ഒരുപാട് ഷിപ്സിന്റെ ആവശ്യമുണ്ടെന്നേ. നമുക്ക് ഗ്ലോബൽ ട്രേഡിൽ നമ്മൾ ഓൺ ചെയ്യുന്ന ഷിപ്സ് വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഷിപ്പ് ബിൽഡ് ചെയ്ത് നമുക്ക് പുറത്തു വരുന്ന ഷിപ്സും വളരെ കുറവാണ്. എന്തിനും നമ്മൾ റോഡിൽ കാണുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതുപോലും 90% ചൈനയിൽ നിന്ന് വരുന്ന ഒരു നേഷനാണ് നമ്മുടെ ഇവിടെ. നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാൻസും അതുമൊക്കെയാണ് നമുക്ക് ആവശ്യം. അതിനെ ബേസ് ചെയ്തായിരിക്കണം ഇവിടുത്തെ ഡിഫൻസ് സ്റ്റോക്സും ഈ ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സും ഒക്കെ കയറാൻ. അല്ലാതെ ജർമ്മനിയിലെ ഒരു ന്യൂസ് വെച്ച് കയറുന്നതിന് ഐ വിൽ സീ ദാറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. വീണ്ടും ഒരു ഡിഫൻസ് എന്നതിനേക്കാൾ ഉപരി ഒരു ഷിപ്പ് ബിൽഡിംഗ് എന്നൊരു നിലയിലേക്ക് ഒരു ബിസിനസിന്റെ പെർസ്പെക്റ്റീവ് തന്നെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു ഡിഫൻസ് ഓഹരികളുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മളോട് പങ്കുവെക്കുവാനുമായിട്ട് നമ്മളോടൊപ്പം ഡെസ്കിൽ നിന്നും ആനന്ദ് ചേരുകയാണ്. എസ് ആനന്ദ്. പറഞ്ഞോളൂ. നിലവിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈ ലെവൽസിൽ നിന്ന് പല ഓഹരികളിൽ നമുക്കിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം പാരിസ് ഡിഫൻസിൻ്റെ ഓഹരികളിലുള്ള ഒരു 5% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ അപ്പർ സെക്യൂരിറ്റിയിലെത്തുന്ന GRSC അടക്കമുള്ള ഓഹരികൾ നമുക്ക് നേരെ തോതിലുള്ള ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിനോടൊപ്പം മെസഗോണ്ടൊക്കെ പറയുകയാണെങ്കിലും ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. എങ്ങനെയാണ് പൊതുവേ ഡിഫൻസ് ഓഹരികളിലുള്ള ആനന്ദിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഇപ്പം നിലവിൽ പാരാസ് ഡിഫൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അണ്ടർടോൺ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ബെയറിഷ്നെസ് തന്നെയാണ് നമുക്ക് അണ്ടർടോണിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് 3 ദിവസം കൊണ്ട് നമുക്ക് ആ പാരാസ് ഡിഫൻസ് മാത്രം ഏകദേശം മൂവ് ചെയ്തേക്കുന്നത് അറൗണ്ട് ഒരു 17% മൂവ്മെൻറ്റ് 3 ഡേയ്സ് കൊണ്ട് പാരാസ് ഡിഫൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം സ്ട്രെച്ച്ഡ് ആണ് ആ ഒരു ഡിഫൻസ് ഇൻഡസ്ട്രി എന്ന് തന്നെ പറയുന്നത്. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കിടക്കുകയാണെങ്കിൽ നിലവിൽ കൊച്ചിൻ ഷിപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു നല്ല രീതിക്കുള്ള സെൽ ഓഫ് നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് മാർക്കറ്റിൽ ഏകദേശം ഒരു 14% മൂവ്മെൻറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷെയർസ് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പക്ഷേ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വന്ന് നിൽക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ്. മേജർ സപ്പോർട്ട് ലെവൽ ഉദ്ദേശിക്കുന്നത് 1166 ആൻഡ് 1245 എന്ന് പറയുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ് നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിൽക്കുന്നത്. ആൻഡ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അടുക്കും തോറും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വീക്ക്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ. ആൻഡ് നിലവിൽ മേജർ ആയിട്ടുള്ള ലെവൽസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിലവിൽ 1,166 ആൻഡ് 245 ആ ഒരു ഏകദേശം ഒരു 90 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച് വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1726 എന്ന് പറയുന്ന ഒരു ലെവലാണ്. സോ മാർക്കറ്റിൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബിൽഡപ്പോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ഒരു ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് 1726 മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നല്ല രീതിക്കുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പാരാസ് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ പാരാസ് ഡിഫൻസ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് നിലവിലൊരു മേജർ സപ്പോർട്ടിലാണ് പാരാസ് ഡിഫൻസ് നിൽക്കുന്നത്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് അതായത് പാരാസ് ഡിഫൻസ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 1159 153 ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആൻഡ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 841 ആണ്. സോ പാരാസ് ഡിഫൻസ് നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് ഒരു മൈനർ ബുള്ളിഷ്നെസ് നമുക്ക് പാരാസ് ഡിഫൻസിൽ വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് നിലവിലത്തെ ഈ ഒരു മൊമെൻറ്റം അതായത് നിലവിൽ ഏകദേശം ഒരു 5.23% ഒരു അപ്സൈഡിലാണ് നിലവിൽ പാരാസ് ഡിഫൻസ് നിൽക്കുന്നത്. സോ ഈ ഒരു മൊമെൻറ്റം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഇന്നത്തെ ഒരു ട്രേഡ് സെഷനിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അല്ല.